ആദ്യം ശ്രീ നന്ദു, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്ന് മുതൽ അല്ലെങ്കിൽ അതിൻ്റെ ഏതാണ്ട് തൊട്ടടുത്ത ദിവസം മുതൽ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച ഡീലുമായി ബന്ധപ്പെട്ടാണ്. അതിൽ നിങ്ങളായിരുന്നു ആരോപണ വിധേയരായി നിന്നത്. ഇന്ന് പ്രധാനമന്ത്രി പാലക്കാടിന്റെ മണ്ണിൽ, പാലക്കാടാണ് ഏറ്റവും പ്രധാനമായും ആ ആരോപണം ഉയർന്നത്, അവിടെ തന്നെ അതിന് മറുപടി പറയുന്നു. അതോടെ വിവാദത്തിന് ബിജെപിയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ നിങ്ങളെ സമ്മർദ്ദത്തിലാക്കിയ, പ്രതിരോധത്തിലായ വിഷയത്തിൽ ഒരു മറുപടിയായി എന്ന് കരുതുന്നുണ്ടോ? ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ആളുകൾ നടത്തുന്ന കുപ്രചരണങ്ങൾക്ക് മറുപടി പറയുകയോ അത് സമ്മർദ്ദമായി ചുമലിലേൽക്കുകയോ ചെയ്യുന്നൊരു പാർട്ടിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനത്തെ ഒരു പാർട്ടിയല്ല. ഇതിലും വലിയ രീതിയിലുള്ള ഗോഗോവിളികളെ ചെറുപുഞ്ചിരിയോടുകൂടി തിരസ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോയതിൻ്റെ ഫലമാണ് രാജ്യത്ത് 2014 ശേഷം നിങ്ങൾ ഈ കാണുന്ന വികസനങ്ങളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു നല്ല പ്രഭാമയമായിട്ടുള്ള ഒരു ഭരണവും. അല്ലാതെ ഇവരുടെയൊക്കെ ഗോഗോ വിളികളും ഇത്തരത്തിലുള്ള നുണപ്രചരണങ്ങൾക്ക് ഞങ്ങൾ ചെവി കൊടുത്തിരുന്നുവെങ്കിൽ രാജ്യത്ത് ഏതെങ്കിലും തരത്തിലുള്ള വികസനം ഈ കഴിഞ്ഞ 11 വർഷത്തിനുള്ളിൽ നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കുമായിരുന്നു? ഒരിക്കലുമില്ല. അപ്പോൾ അത്തരത്തിൽ സ്വയം നഗ്നത മറയ്ക്കാൻ വേണ്ടിയിട്ട് രണ്ട് മുന്നണികളും നടത്തുന്ന ഈ പെടാപ്പാട് വിട്ടുള്ള ശ്രമത്തെ അതിൻ്റെതായ പുച്ഛത്തോടു കൂടിയാണ് ഭാരതീയ ജനതാ പാർട്ടി കാണുന്നത്. കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. തെരഞ്ഞെടുപ്പ് 5 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഒരു സംവിധാനമാണ്, ജനാധിപത്യത്തിൻ്റെ ഉത്സവമാണ്. ആ ജനാധിപത്യത്തിൻ്റെ ഉത്സവത്തിൽ നമുക്ക് സംവദിക്കാൻ അല്ലെങ്കിൽ നമുക്ക് ജനങ്ങളോട് പറയാൻ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയാണ് എങ്കിൽ ആ പാർട്ടി പറയേണ്ടത് കഴിഞ്ഞ 5 വർഷം ഞാൻ നടത്തിയിട്ടുള്ള വികസനം ഇന്നതാണ് എന്ന് പറഞ്ഞ് വോട്ട് ചോദിക്കാനുള്ള ധൈര്യം ആ പാർട്ടിക്ക് വേണം. പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയാണെങ്കിൽ ആ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഞാൻ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് സർക്കാരിൻ്റെ തെറ്റായ ചെയ്തികളെ, ഏതൊക്കെ ചെയ്തികളെ ഞാൻ തിരുത്തി, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ നല്ല പ്രവർത്തനങ്ങൾ ഞാൻ അല്ലെങ്കിൽ ഞങ്ങളുടെ ടീം നിയമസഭയ്ക്കകത്ത് കാണിച്ചു കൊടുത്തു എന്ന് പറയാൻ വേണം. ഇത് രണ്ടും പറയാനില്ലാത്തവർക്ക് മറ്റുള്ളവരുടെ ചുമലിലേക്ക് കുറ്റങ്ങൾ ആരോപിക്കുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല. എപ്പോഴാണ് ഈ ഡീൽ വിവാദം തുടങ്ങുന്നതെന്ന് നിങ്ങളൊന്ന് പരിശോധിക്കണം. മാധ്യമപ്രവർത്തകരല്ലേ, കുറച്ചുകൂടി ഇൻവെസ്റ്റിഗേറ്റഡ് ജേർണലിസത്തിൻ്റെ ഭാഗമായി കുറച്ചുകൂടി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. ഇന്ന് VD സതീശൻ, ഞാൻ അദ്ദേഹത്തെ CPM സൈബർ ഇടങ്ങൾ വിളിക്കുന്ന ഒരു പേരും ചാർത്തിക്കൊടുക്കാൻ ഞാൻ തയ്യാറാവുന്നില്ല. പക്ഷേ അദ്ദേഹം ഈ വിവാദത്തിന് തിരികൊളുത്തുമ്പോൾ എന്തായിരുന്നു UDFിൻ്റെ അവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞിരുന്ന കോൺഫിഡൻസിൽ നിന്ന് എങ്ങനെയെങ്കിലും ഭരണത്തിലേക്ക് എത്താൻ ആരുടെ വീട്ടിൻ്റെ പിന്നാമ്പുറത്ത് പോയും പാത്രം കഴുകിക്കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന UDFിൻ്റെ നേതാവായ അവസ്ഥയിലേക്ക് ശ്രീ VD സതീശൻ മാറുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ഡീൽ വിവാദം എന്ന് പറയുന്ന ഒരു പുകമറയുമായി അദ്ദേഹം ഇറങ്ങുന്നത്. നിങ്ങൾ നോക്കൂ, 24 മണിക്കൂർ ഇലക്ഷൻ പ്രഖ്യാപിച്ച് 24 മണിക്കൂറിനകം സ്ഥാനാർത്ഥികളെ മുഴുവൻ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിടത്ത് നിന്ന് വലിയ വിവാദങ്ങളിലേക്കും പൊട്ടിത്തെറികളിലേക്കും അതിനും അപ്പുറത്ത് ഒരു നേതാവ് ഏതാണ്ട് ഒരു ദിവസം മുഴുവൻ കണ്ണൂരിലെ ഒറ്റക്കൊമ്പന്റെ മുന്നിൽ കേരളത്തിലെയും അതുപോലെ തന്നെ ഭാരതത്തിലെയും കോൺഗ്രസ് പാർട്ടി മുട്ടിൽ നിൽക്കുന്നതല്ലേ നമ്മൾ കണ്ടത്. അങ്ങനെ സ്വന്തം പാർട്ടിക്കകത്തുള്ള പൊട്ടിത്തെറിയും ജാള്യതയും അഭിപ്രായ വ്യത്യാസവും ഇനി ഒരിക്കലും തിരിച്ചു ഭരണത്തിലേക്ക് വരാൻ കഴിയില്ല എന്നുള്ള സാഹചര്യത്തെയും ആ സാഹചര്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ഒരു വിവാദം മാത്രമാണ്. അതായത് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഏതൊക്കെ സീറ്റിലാണോ പരാജയപ്പെടാൻ സാധ്യതയുള്ളത് ആ സീറ്റുകളിലൊക്കെ ജയിക്കാൻ സാധ്യതയുള്ള പാർട്ടിയുടെ ചുമലിലേക്ക് ഒരു ആരോപണം കെട്ടിവെക്കുകയും അതിന്റെ ഗുരുതരമായിട്ടുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് പിന്നാക്കം മാറുകയും ചെയ്യുന്ന ഒരു പ്രതിപക്ഷ നേതാവിന്റെ കോൺഫിഡൻസ് ഇല്ലായ്മയാണ് നിങ്ങൾ ഈ വിവാദം. കോൺഫിഡൻസ് ഇല്ലായ്മയല്ല, ആ ഡീലിനെ മറികടന്ന് ജയിക്കുമെന്ന കോൺഫിഡൻസ് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് പ്രകടിപ്പിച്ചത്. പക്ഷേ ഈ ഡീൽ ഉണ്ട് എന്നത് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നു. പക്ഷേ ആ ഡീലിനെ ഞങ്ങൾ പൊളിക്കുമെന്നതാണ് പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശ്രീ നന്ദു, ഇവിടെ ഇപ്പോ ഏതാണ്ട് 10 മണ്ഡലങ്ങളിൽ ഡീൽ എന്ന ഒരു ആരോപണമാണ് ഉന്നയിച്ചിരുന്നത്. അതിന് കൃത്യമായ മറുപടി പറയാൻ ഇപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞിട്ടുണ്ടോ? പലപ്പോഴും മറ്റുള്ളവർ തമ്മിലാണ് ഡീൽ എന്ന് പറഞ്ഞ് അതിൽ നിന്ന് ഒഴിവാകുന്നതാണ് കണ്ടിട്ടുള്ളത്. ഇതൊരു പുതിയ പ്രൊപ്പഗണ്ടയാണ് എന്ന് പ്രധാനമന്ത്രി പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല, കോലിബി മുതൽ പറഞ്ഞുകൊണ്ടാണ് ഇതിനെതിരെയുള്ള മറുപടി വരുന്നത്. അപ്പോൾ ഏത് ഭാഗത്തു നിന്ന് ആക്രമണം വന്നാലും അത് നിങ്ങളെ പ്രതിരോധിക്കുന്ന, നിങ്ങൾ വോട്ട് കച്ചവടക്കാരാണ് എന്ന് വരുത്തുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ പ്രചരണ രംഗത്തുണ്ടായിരുന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രി വന്ന് ആ കാര്യങ്ങളിലെല്ലാം മറുപടി പറഞ്ഞു പോകാൻ പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് പറ്റുന്നുണ്ടോ? അത് പാലക്കാടിന്റെ മണ്ണിലാകുമ്പോൾ അതിനൊരു നല്ല ഇമ്പാക്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ?
അല്ല രേണു, ഞാൻ ഒരു ചെറിയ കേരളത്തിന്റെ പൊതുസമൂഹം ഇന്ന് ചോദിക്കുന്ന, ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ചോദിക്കുന്ന ചോദ്യമല്ല, കേരളത്തിന്റെ സാധാരണപ്പെട്ട ജനങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഞാൻ നിങ്ങളുടെ മുൻപാകെ ചോദിക്കാം. ആ ചോദ്യം നിങ്ങൾ എൻ്റെ ഇടതു വലത് സഹപ്രവർത്തകരോട്, പ്രതിനിധികളോട് ഒന്ന് ചോദിക്കാൻ തയ്യാറാവണം. അതായത് കേരളത്തിനകത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ആർക്കാണ്? ഒരൊറ്റ പാർട്ടിക്കാണ്. അതായത് UDF എന്ന് പറയുന്ന കക്ഷിക്കാണ് കേരളത്തിനകത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ. പക്ഷെ നേമത്ത് ജമാഅത്തെ ഇസ്ലാമി പിന്തുണയ്ക്കുന്നത് ആരെയാണ്? LDFനെയാണ്. അതേപോലെ തന്നെ SDPIയുടെ പിന്തുണ കേരളത്തിലെമ്പാടും അത് ഇടതുപക്ഷത്തിനാണ്. പക്ഷെ മഞ്ചേശ്വരത്ത് SDPIയെ പിന്തുണയ്ക്കുന്നത് ആരെയാണ്? അത് UDFനെയാണ്, മുസ്ലിം ലീഗിനെയാണ്. നിങ്ങൾ നോക്കൂ, കേരളത്തിനകത്തുള്ളൊരു പ്രതിഭാസം. നേമത്തേക്ക് വരുമ്പോൾ SDPI, ജമാഅത്തെ ഇസ്ലാമി, PDP, LDF, UDF കക്ഷികളെയാണ് BJP നേരിടുന്നത്. അത് മഞ്ചേശ്വരത്തേക്ക് വരുമ്പോൾ SDPI, PDP, ജമാഅത്തെ ഇസ്ലാമി, CPM, കോൺഗ്രസ് അല്ലെങ്കിൽ LDF, UDF ഈ മുന്നണിയെയാണ് ഞങ്ങൾ നേരിടുന്നത്. നിങ്ങൾ നോക്കൂ, കേരളത്തിൽ ഇങ്ങനെ ഒരു സപ്തകക്ഷി സംഘടനയെ നേരിടുന്ന മറ്റേതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഉള്ളത്? UDF ഉണ്ടോ? LDF ഉണ്ടോ? ഈ ചോദ്യത്തിന് ഇവർ രണ്ടുപേരും മറുപടി പറയും. ഇനി SDPIയെ കുറിച്ച് ചോദിക്കുമ്പോൾ അതുവരെ കൂൾ ആൻഡ് ക്വൈറ്റ് ആയിട്ടിരിക്കുന്ന മുഖ്യമന്ത്രി എന്തിനാണ് ചാടിപ്പുറപ്പെട്ട് അവിടുത്തെ മാധ്യമ പ്രവർത്തകരുടെ തോളിൽ കയറുന്നത്? പണ്ട് നമ്മൾ ഈ പറയുന്ന മസ്കറ്റ് ഹോട്ടലിൽ മാത്രം കണ്ടിരുന്ന കടക്ക് പുറത്ത് ഭാഷയിൽ എന്തിനാണ് മാധ്യമ പ്രവർത്തകരോട് തട്ടിക്കിടുന്നത്? ഞാൻ SDPIയുടെ വോട്ട് വാങ്ങുന്നില്ല എങ്കിൽ അഭിമാനത്തോടു കൂടി പറയണ്ടേ, എനിക്ക് SDPIയുടെ വോട്ട് വേണ്ട. ഇടതുപക്ഷം ഒരിടത്ത് SDPIയുടെ വോട്ട് ചോദിച്ചിട്ടില്ല. ഇനി അവർ പിന്തുണ തരാമെന്ന് തീരുമാനിച്ചാൽ ആ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട. ഞാൻ പറയാം, ഞാൻ BJPയുടെ പ്രതിനിധിയാണ്, BJPയുടെ സംസ്ഥാന നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രതിനിധിയാണ്. ഞാൻ പറയാൻ തയ്യാറുണ്ട്, SDPIയുടെയോ ജമാഅത്തെ ഇസ്ലാമിയുടെയോ PDPയുടെയോ ഒരു വർഗീയവാദ രാഷ്ട്രദ്രോഹ സംഘടനകളുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് BJPയുടെ പ്രതിനിധി പറയാൻ തയ്യാറുണ്ട്. ഇതുപോലെ പറയാൻ, ഇത്ര കോൺഫിഡന്റ് ആയി പറയാൻ കേരളത്തിലെ ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ സാധിക്കും. ഒന്നാമത്തെ ചോദ്യം. ഇനി ഒരൊറ്റ കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം. ഇന്ന് കേരളത്തിനകത്ത് അഭിമന്യു മരണപ്പെട്ടപ്പോൾ ഇവർ പാടിയൊരു പാട്ടുണ്ട്, നാൻ പെട്ട മകനെ എന്ന്. നിങ്ങൾ നോക്കേണ്ടത്, ആ അഭിമന്യു മരണപ്പെടാനുണ്ടായ സാഹചര്യം SDPIയുടെ തീവ്രവാദ സ്വഭാവമുള്ള ആളുകളാണ് അദ്ദേഹത്തിന്റെ ചങ്കിൽ കത്തി കൊത്തി ഇറക്കി അദ്ദേഹത്തെ കൊന്നത്. ഈ ചോദ്യം കേരളത്തിലെ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് എന്തിനാണ് ശൗര്യം കൂടുന്നത്? അദ്ദേഹം, കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് താൻ പെറ്റ മകൾക്ക് വേണ്ടി മാത്രം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു അല്പനായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. സ്വന്തം സഹപ്രവർത്തകന്മാരുടെ ചോരയിൽ അധികാരത്തിലേക്ക് എത്തണം എന്ന കോൺഗ്രസ് തന്ത്രം, അതേ തന്ത്രം CPM പയറ്റുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. മാവോ ലീഗ് കോൺഗ്രസ് ബന്ധത്തെക്കുറിച്ച് ആരോപിച്ചിരുന്നു എങ്കിൽ ഇന്ന് ആ വിധത്തിൽ പോലും ഈ വിഷയങ്ങളിൽ മറുപടി പറഞ്ഞു പോകുന്നില്ല പ്രധാനമന്ത്രി എന്നതുകൂടി നമ്മൾ കാണണം. അപ്പോൾ താങ്കൾ ഈ പറഞ്ഞ ആരോപണങ്ങളൊന്നും പ്രധാനമന്ത്രിക്ക് പറയാനില്ലാത്തത് കൊണ്ടാണോ? ആദ്യ ഘട്ടത്തിൽ തന്നെ പറഞ്ഞു, ഞങ്ങൾ ഇത്തരത്തിൽ കേരളത്തിനകത്ത് ഒരു വികസിത കേരളത്തെ കുറിച്ച് ചർച്ച ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പാർട്ടിയാണ്. ഞങ്ങൾ കേരളത്തിനകത്ത് വികസനം ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിയാണ്. കഴിഞ്ഞ 10 വർഷത്തെ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളെ ചർച്ച ചെയ്യിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിയാണ്. അങ്ങനെ ചർച്ച ചെയ്യിപ്പിക്കേണ്ട ഒരു പോസിറ്റീവ് പൊളിറ്റിക്സ് ചർച്ച ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിക്ക് ഒരു ഡിഗ്നിറ്റി ഉണ്ട്. പ്രധാനമന്ത്രി ഇതിനു മുൻപ് പറഞ്ഞ ആരോപണം തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത്. അതും ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ പറഞ്ഞ കാര്യം പോലും അദ്ദേഹം ഇപ്പോൾ പറഞ്ഞില്ലല്ലോ. പ്രധാനമന്ത്രി പറഞ്ഞ ആരോപണത്തിൽ നിന്ന് ഞാൻ ചോദിച്ചത് പ്രധാനമന്ത്രി പറഞ്ഞ ഏതെങ്കിലും ഒരു ആരോപണത്തിൽ നിന്ന് പ്രധാനമന്ത്രി പിറകിലേക്ക് പോയോ? ഇല്ലല്ലോ. പ്രധാനമന്ത്രി പറഞ്ഞ ആരോപണം, പ്രധാനമന്ത്രി ഉയർത്തിയ ആരോപണമായി തന്നെ നിൽക്കുന്നു. പക്ഷേ ഒരു ഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമി നല്ല സംഘടനയാണെന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറിയായ പിണറായി വിജയൻ ഇന്ന് ജമാഅത്തെ ഇസ്ലാമി ഒരു ഭീകരവാദ സംഘടനയാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അന്ന് ജമാഅത്തെ ഇസ്ലാമി ഭീകരവാദ സംഘടനയായിരുന്നു എന്ന് പറഞ്ഞിരുന്ന VD സതീശനും കോൺഗ്രസും ഇന്ന് ജമാഅത്തെ ഇസ്ലാമി ഏറ്റവും വലിയ മതേതര പാർട്ടിയാണെന്ന് പറയുന്നുണ്ട്. രണ്ടാം ഘട്ടത്തിൽ ഇത്രയും സമയമെടുത്ത് തന്നെ ആ കാര്യങ്ങൾ വിശദീകരിച്ചല്ലോ ശ്രീ സുരേഷ്. നോക്കൂ, ഇവിടെ ഇപ്പോ വലിയ രീതിയിൽ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.